ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെ വരവേൽക്കാൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മനോഹരമായ പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും ഒരുങ്ങി. കഴിഞ്ഞ ദിവസമാണ് ക്രിസ്തുമസ് ട്രീയും പുൽക്കൂടും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ക്രിസ്തുമസിനായി ഒരുക്കിയിട്ടുള്ള പുൽക്കൂടിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ രൂപം. ഇറ്റലിയിലെ നോച്ചേറ ഇൻഫെറിയോറ സർണോ രൂപതയാണ് ഈ പുൽക്കൂട് സംഭാവന ചെയ്തത്. വത്തിക്കാനിലെ പുൽക്കൂടിനോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള രംഗങ്ങളിലാണ് വിശുദ്ധ അൽഫോൺസിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. പുൽക്കൂടിന്റെ മധ്യഭാഗത്ത് വിശുദ്ധ അൽഫോൺസ് കുട്ടികളോടൊപ്പം ചേർന്ന് ടു സെന്റി ഡാൽസ്റ്റെൽ എന്ന പ്രശസ്തമായ ക്രിസ്തുമസ് ഗാനം ആലപിക്കുന്നതായാണ് ഒരുക്കിയിരിക്കുന്നത്. 1754 ദാരിദ്ര്യത്തിലും ലാളിത്യത്തിലും പിറന്ന ഉണ്ണിയേശുവിനെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധൻ രചിച്ച ഗാനമാണിത്. ഓരോ മണിക്കൂറിലും ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്ന അദ്ദേഹത്തിന്റെ ശീലം അനുസ്മരിപ്പിക്കാൻ ഒരു പെൻഡുലം ക്ലോക്കും ഘടിപ്പിച്ചിരിക്കുന്നത് ഈ പുൽക്കൂടിലെ മറ്റൊരു പ്രത്യേകതയാണ്. റെഡബ്രസ്റ്റ് സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി. പുൽക്കൂട്, കുരിശ്, വിശുദ്ധ കുർബാന എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ ആത്മീയതയാണ് ഈ ചിത്രീകരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. 17 അടി നീളവും 12 മീറ്റർ വീതിയും 7.70 മീറ്റർ ഉയരമുള്ള ഒരു ദീർഘചതുരത്തിലാണ് തിരുപ്പിറവി സജ്ജീകരിച്ചിരിക്കുന്നത്. ആഗ്രോ നെസേറിനോ സാർണീസ് പ്രദേശത്തെ നിരവധി പരമ്പരാഗത വാസ്തുവിദ്യ, സാംസ്കാരിക ഘടകങ്ങൾ ഈ പുൽക്കൂടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 2025 ജൂബിലി വർഷത്തെ പ്രതീകമാക്കിക്കൊണ്ട് വലിയ നങ്കൂരവുമായി നിൽക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ ശില്പം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നങ്കൂരം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ വിശുദ്ധ വാതിലിലേക്ക് വിരൽ ചൂണ്ടുന്നു. മനോഹരമായ ഈ തിരുപ്പിറവി ദൃശ്യങ്ങൾ കാണാൻ നിരവധി പേരാണ് വത്തിക്കാനിൽ എത്തുന്നത്.